എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നെക്സ്റ്റ് സെപ്റ്റംബർ ഇൻടേക്കിലുള്ള അഡ്മിഷൻ്റെ കാര്യം സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. സോ യൂട്യൂബിൽ നോക്കുമ്പോൾ നിങ്ങൾ പല വീഡിയോസും കാണുന്നുണ്ടാവും. എന്താ ജോർജിയയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ നാട്ടിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലൈക്ക് നിങ്ങൾക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നത്, സീറോ എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ജർമ്മനി, ഓസ്ട്രിയ എന്നിവയുള്ള കൺട്രീസിൽ മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK പോലുള്ള കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്ത് NMC രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരുപാട് അഡ്മിഷൻ സ്കാംസ് നടക്കുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അഡ്മിഷൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് എമൗണ്ടുകൾ വാങ്ങുന്നു. അതുപോലെ തന്നെ പല ഏജൻസീസും ഇവിടെ വന്നിട്ട് സ്റ്റുഡൻസ് വന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ പേര് പറയുന്നില്ല, കാര്യം നാളെ ഒരു സ്റ്റുഡൻറ്റ് കയറി വന്നിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് അസ്. അതുപോലെ തന്നെ BSc നഴ്സിങ്ങിന് ഇവിടെ അഡ്മിഷൻ, BSc നഴ്സിംഗ്, MBBS എന്നീ കോഴ്സുകൾക്ക് ഇവിടെ അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസിന് ലൈക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ താഴെ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ഫീസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ $4,000 ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. ട്യൂഷൻ ഫീസ് മാത്രമാണ്. പിന്നെ പല ഏജൻസിക്കാരും പറയുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നമ്മൾ പാർട്ട് ടൈം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫുൾ എക്സ്പെൻസും കവർ ചെയ്ത് നമുക്ക് ട്യൂഷൻ ഫീസ് ഫുൾ അടയ്ക്കാൻ പറ്റുമെന്ന് പല ഏജൻസിക്കാരും ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങനത്തെ കള്ളം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻഡിച്ചേഴ്സ് നിങ്ങൾ കവർ ചെയ്ത് പോകാം. എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ കേട്ടോ, നിങ്ങളിവിടെ പഠിക്കാനാണ് വരുന്നത്. പഠിക്കുന്ന കാര്യമാണ് ഫസ്റ്റ് പ്രയോറിറ്റി, പിന്നെ ബാക്കി കാര്യം. ഓക്കെ, അതെപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക. കാര്യം വെച്ചാൽ ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് നാട്ടിലോട്ട് പൈസ അയക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ പഠിക്കാൻ വരുന്നവർ പഠിക്കുന്ന കാര്യത്തിൽ ആദ്യം ഫോക്കസ് ചെയ്യും. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ വേറൊരു കാര്യമാണ്, എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ ഇവിടെ വന്നിട്ട് യൂണിവേഴ്സിറ്റിക്കകത്ത് ജർമ്മൻ ട്രെയിനിങ് ഉണ്ട്, മറ്റൊന്ന് മറിച്ച് നിൽക്കുക. യൂണിവേഴ്സിറ്റിക്കകത്ത് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങോ അങ്ങനെ ഒന്നുമില്ല എന്നാൽ അവരുടെ കോഴ്സ് മൊഡ്യൂളിൽ അവർ കൊടുക്കും. സബ്ജക്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അത് വ്യക്തമായിട്ട് കാണിക്കും. ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ലിസ്റ്റ് ചെയ്താലായി. പിന്നെ അതുപോലെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫീൽഡ് നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് കഴിഞ്ഞ 3 to 7 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്, നമ്മുടെ കമ്പനി. സോ നമ്മുടെ ഡയറക്ടർ ബോർഡ് ആയാലും എല്ലാം മെഡിക്കൽ പ്രൊഫഷണൽസാണ്. ആസ് ഇഫ് ലൈക്ക് ദാറ്റ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഈ ഏജൻറ്റുമാർ പറയുന്ന കണക്കുമല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.